തീർച്ചയായും നമുക്ക് BJP-യുടെ ശ്രമം 2014 BJP സർക്കാർ നമുക്കറിയാം ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം 2017 മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനത്തിലുള്ള അഭ്യർത്ഥന അത് നടത്തിയിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പക്ഷേ തുടർ നടപടികൾ ആ കാലത്ത് ഉണ്ടായില്ല. കാരണം ആ സമയം മുതൽ തന്നെ മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കാനുള്ള ശ്രമം BJP സർക്കാർ നരേന്ദ്രമോദി നടത്തിയിരുന്നു എന്നുള്ളതാണ്. അത് അന്ന് അല്പം ആ സമയത്ത് തന്നെ നമുക്കറിയാം, അതിനു മുമ്പ് ഒരുപാട് പ്രധാനമന്ത്രിമാർ മാർപ്പാപ്പയെ കണ്ടിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷെ 2017 ആ അഭ്യർത്ഥനയ്ക്ക് അന്ന് നടപടി ഉണ്ടായില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഈ 2016 നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കണം എന്നൊരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ആ ആഗ്രഹം നമ്മുടെ അന്നത്തെ ഇന്ത്യയിലെ പ്രമുഖപ്പെട്ട കർദിനാൾമാർ, പ്രത്യേകിച്ച് ഈ ഡൽഹി കേന്ദ്രമായൊക്കെ പ്രവർത്തിക്കുന്ന, ഉത്തരേന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്ന കർദിനാൾമാരൊക്കെ ഇത് വലിയൊരു ഗൗരവമുള്ള വിഷയമായി ഏറ്റെടുക്കണമെന്ന ഒരു നിലപാട് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ആണ് ഇതിനൊരു മുൻകൈ എടുക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടോ ആദ്യഘട്ടത്തിൽ അതിനൊരു അനുകൂലമായൊരു നീക്കം ഉണ്ടായില്ല. പിന്നെ അന്ന് നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ മൊത്തം സംവിധാനത്തിൽ നിന്നും വലിയ പിന്തുണ കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ കഥകൾ ഉണ്ടായിരുന്നു. ലോകതലത്തിൽ BJP-ക്കെതിരെയുള്ള ഒരു എതിർവാക്യങ്ങൾ ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒക്കെ ഇടയിൽ. അത് മാറാൻ ഒരു പക്ഷേ കുറെ സമയം എടുത്തു കാണും അല്ലേ? അത് 2016 ഇദ്ദേഹം ഇങ്ങനെ ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുമ്പോൾ അത് ഒന്നാമത് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വരവ് തന്നെ വലിയൊരു മാറ്റം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കിയിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം, നമുക്കറിയാലോ, നമ്മൾ ആ ടു പോപ്സ് എന്നുള്ളൊരു പ്രശസ്തമായ ഇംഗ്ലീഷ് സിനിമ 2019 ഇറങ്ങിയിരുന്നു. ഈ ഫെർണാൻഡോ മെയ്റേലസ് സംവിധാനം ചെയ്ത ഈ ചിത്രം. അപ്പോൾ മെയ്റേലസ് ഈ ചിത്രത്തിൽ 2 പോപ്പുമാർ, അവരൊരാൾ ജർമ്മനിയിൽ നിന്ന് വരുന്നു, മറ്റൊരാൾ അർജന്റീനയിൽ നിന്ന് വരുന്നു. അപ്പോൾ അവർ രാജ്യങ്ങൾ തമ്മിലുള്ളൊരു ഫുട്ബോൾ വൈര്യവും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനിടയിലും ഈ പോപ്പുമാർ ഒരു സൗഹൃദം കാഴ്ചവെക്കുന്നു. അപ്പോൾ റാറ്റ്സിംഗർ എന്ന ജർമ്മൻ കാർഡിനാലും ഈ നമ്മുടെ ഫ്രാൻസിസ് പാപ്പയും ഒക്കെയാണ് ആദ്യം ഇതിൽ 2 പേര് പരിഗണിക്കപ്പെടുന്നത്, ജോൺ പോളിന് ശേഷം. അപ്പോൾ അതിനുശേഷം ഇതിൽ ആദ്യം ഈ കർദിനാൾ റാറ്റ്സിംഗറിനെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹം ബെനഡിക്റ്റ് 16 അദ്ദേഹം ചുമതലയേൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കുറേ കൂടി കൺസർവേറ്റീവ് എന്നുള്ള ഒരു നിലപാട് കുറച്ചും കൂടി ഉയർത്തിപ്പിച്ചു. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ പിന്നീട് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞ് ഫ്രാൻസിസ് മാർപ്പാപ്പ കൊടുക്കുന്നു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ബെർഗോഗ്ലിയോ എന്ന അദ്ദേഹത്തിൻ്റെ കർദിനാൾ ബെർഗോഗ്ലിയോ എന്ന പേരായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റി ഫ്രാൻസിസ് മാർപ്പാപ്പ വരുന്നു. അദ്ദേഹം കുറെ കൂടി ലിബറൽ മൈൻഡ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. എല്ലാ മതവിഭാഗങ്ങളെയും അദ്ദേഹം അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഇത് വരുന്നു. 2021 മോദി ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2021 ആ ക്ഷണം മോദിയുടെ ഭാഗത്ത് നിന്ന്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. 2021 നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ശേഷമാണോ അതിന് മുൻപാണോ എന്നറിഞ്ഞുകൂടാ. പക്ഷേ മോദി ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയാണ് അല്ലേ? മോദി അതിന് ഒരു കാരണം ഉണ്ടായിരുന്നു. കാരണം അന്ന് നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഇന്ത്യ പ്രസിഡൻസി വഹിച്ച G20 ഉച്ചകോടി 2021 ഇറ്റലിയാണ് അതിൻ്റെ പ്രസിഡൻസി ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൽ പങ്കെടുക്കാനെന്ന നിലയിൽ പ്രധാനമന്ത്രി റോമിലേക്ക് പോകുന്നു. അതിൻ്റെ കൂടെ അദ്ദേഹം ചെല്ലുകയും ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുകയും അദ്ദേഹം ഇന്ത്യയിലേക്ക് വരണം എന്ന ഒരു അഭ്യർത്ഥന മുന്നോട്ട്. അപ്പോൾ ആദ്യകാലത്ത് 2017 ഉണ്ടായിരുന്ന നിലപാടിനേക്കാൾ കുറേ കൂടി മയപ്പെട്ടു. അപ്പം നമുക്കറിയാം, നേരത്തെ വാജ്പേയിയുടെ കാലത്താണ് പോപ്പ് വരുന്നത്. അപ്പോൾ അതിനുശേഷം അടുത്ത പോപ്പ് വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അതിനുവേണ്ടി കർദിനാൾമാർ നീക്കങ്ങൾ നടത്തുന്നു. പക്ഷേ ഒരുപക്ഷെ അവരിൽ ചിലർ എനിക്ക് പ്രതീക്ഷ മങ്ങുന്നു എന്നൊക്കെ അന്ന് ഈ ഓസ്വാൾഡ് ഗ്രേഷ്യസിനെ പോലുള്ള കർദിനാൾമാർ പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് പതുക്കെ ഈ സംഗതി ഈ നിലപാടിൽ വലിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കുറച്ചുകൂടെ ലിബറൽ മൈൻഡിന്റെ ഭാഗമായിരിക്കാം. ഒപ്പം BJP പിന്നീട് സ്വീകരിച്ച നിലപാടുകൾ, പലതരത്തിലുള്ള ക്രിസ്ത്യൻ മിഷണറി വിഷയങ്ങളിൽ, കൺവേർഷന്റെ കാര്യത്തിലൊക്കെ BJP സ്വീകരിച്ച നിലപാടിലൊക്കെ അതിന് പ്രധാനമായി കാണും. ഒരു പക്ഷേ 2022 ഡിസംബർ വളരെ പ്രധാനപ്പെട്ടൊരു മാസമാണ്. അതിൽ പ്രധാനമന്ത്രി CBCI പ്രസിഡന്റ്, കേരളത്തിലെ തലവൻ അടക്കം ഉള്ള മാർ ആൻഡ്രൂസ് താഴത്തുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതും
കേരളത്തിൽ വന്ന് 2022 ഡിസംബറിലാണ് ഐതിഹാസികമായ സംഭവം. കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ തലവനായാണ് പിന്നെ അന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഈ ആൻഡ്രൂസ് താഴത്ത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ കേന്ദ്രമന്ത്രി വി മുരളീധരനും ഒക്കെ ഒപ്പം പ്രധാനമന്ത്രിയെ കാണുന്നു. അപ്പോൾ പ്രധാനമന്ത്രി ഈ വിഷയം അദ്ദേഹത്തോട് പറയുകയാണ്, ഞാനിങ്ങനെ പിന്നെ വത്തിക്കാനിൽ ചെന്ന് പോപ്പിനെ കാണുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ മന്ത്രി ഇവരെല്ലാം ചേർന്നാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം ഉണ്ടാകണം എന്ന്. പിന്നീട് അവിടെ നിന്നാണ് ഈ ചർച്ചകൾ കുറെ കൂടി പ്രാധാന്യം ഉണ്ടാകുന്നത്. ഏതായാലും 2024 ഇന്ത്യ സന്ദർശിക്കാൻ മാർപ്പാപ്പ പദ്ധതി ഇടുന്നു എന്ന് വത്തിക്കാൻ ന്യൂസ് 2023 ഫെബ്രുവരിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. 2024 ഇന്ത്യ സന്ദർശിക്കാൻ പദ്ധതിയിടുന്നതാണെന്ന് 2023 വത്തിക്കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഷെഡ്യൂളൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. ലോകരാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. സ്വാഭാവികമായും ഇന്ത്യയിലെത്തുമ്പോൾ 2023 തന്നെ നമ്മളെ അറിയിക്കുകയാണ് 24-ലോ 25-ലോ എത്തും എന്നുള്ള കാര്യം. അല്ല, ഇങ്ങനെ ഒരു ക്ഷണം ഉണ്ടായൊരു സാഹചര്യത്തിൽ അദ്ദേഹം താൻ ഇനി ഒന്ന് ഇന്ത്യ സന്ദർശിക്കും അടുത്ത വർഷം എന്ന് പിന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. നമ്മുടെ ഈ ഫെബ്രുവരിയിൽ ഞാൻ ഇന്ത്യ സന്ദർശിക്കും, ഒപ്പം മംഗോളിയയിലേക്കും പോകണമെന്നുള്ള ഒരു ആഗ്രഹം കൂടി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അതൊക്കെ ഒരു വലിയ നേട്ടമായി തന്നെ ഈ BJP സർക്കാർ കാണുന്നു. അവർ പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണം, അതിന് കൂടുതൽ നമ്മുടെ ഇവിടുത്തെ സഭാ നേതൃത്വത്തിന് പിന്തുണ വേണം എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുന്നു. അത് വലിയ തോതിൽ BJPയുടെ ഒരു മുഖം, ഗ്ലോബൽ ഫേസ് എന്ന തരത്തിൽ BJPയുടെ ഗ്ലോബൽ ഫേസിൽ കുറെ കൂടി ഒരു ടോളറൻസ് ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു ഇന്ത്യൻ സർക്കാർ എന്നത് നമ്മളിപ്പോൾ ഈ വിദേശ മാധ്യമങ്ങളിൽ നോക്കിയാൽ ഒരു ഹിന്ദു എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ എന്നുള്ള തലത്തിലൊക്കെയാണ് പലപ്പോഴും നമ്മൾ വിദേശ മാധ്യമങ്ങളിൽ BJP അല്ലെങ്കിൽ RSSനെയൊക്കെ കോട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സദ്ഭാവനയുള്ള, ഒരു സമഭാവനയുള്ള ഭാരതത്തിൻ്റെ മുഖം കൂടിയാണ് തങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ സംഘടന എന്നൊക്കെ പിന്നെ പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഈ നീക്കം എന്നാണ് നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത്. 2023 ഏപ്രിലിൽ കേരളത്തിലെ സഭാ അധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കേരളത്തിലെത്തി 2023 ഏപ്രിൽ മാസത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ സഭാ മേലധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു. അതെ, അത് വലിയൊരു ഇതായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നു, പിന്നെ നേതാക്കളെ, സഭാ നേതൃത്വത്തെ കണ്ടു. ഇപ്പോൾ കർദിനാൾ ജോർജ് ആലഞ്ചേരി, അതുപോലെ നമ്മുടെ സീറോ മലങ്കര കാത്തലിക് ചർച്ചിൻ്റെ പിന്നെ കർദിനാൾ ബെസേലിയോസ് ക്ലീമിസിനെ കണ്ടു. അതുപോലെ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൽ നിന്നുള്ള പിന്നെ മാർത്തോമ മാത്യൂസ് തൃതീയനെ കണ്ടു. അതുപോലെ മെട്രോപൊളിറ്റൻ ട്രസ്റ്റ് ജേക്കബ് ചർച്ചിൻ്റെ ജോസഫ് മാർ ഗ്രിഗോറിയസ്, അവരെയൊക്കെ കാണുകയാണ്. അതോടൊപ്പം തന്നെ അതുകൂടാതെ ജോസഫ് കളത്തിപ്പറമ്പിലിനെ പോലുള്ള സഭാ നേതൃത്വത്തിലുള്ള ആളുകളെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികളെയും, കാനായ പിന്നെ ചർച്ചിൻ്റെ തലവൻ എന്നുള്ള തരത്തിലുള്ള ആളുകളെ, പ്രതിനിധികളെയും ഒക്കെ കാണുകയാണ്. അപ്പോൾ അത് ഈ ക്രിസ്ത്യൻ സമൂഹവുമായി കൂടുതൽ അടുക്കുക എന്ന ഒരു നിലപാട് പൊതുവെ തൻ്റെ ഒരു നയപരമായൊരു മാറ്റം BJPയിൽ ഉണ്ട് എന്നത് പ്രകടമാക്കാൻ കൂടി ആ കൂടിക്കാഴ്ചകൾ ഗുണപ്രദമായി. അത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഡൽഹിയിൽ പ്രധാനമന്ത്രി തൻ്റെ വസതിയിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്ക്, ബിഷപ്പുമാർക്കടക്കം വിരുന്ന് നൽകിയ ഒരു സാഹചര്യം ക്രിസ്മസ് ദിനത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് അതിനുശേഷം പ്രധാനപ്പെട്ട മതമേലധ്യക്ഷന്മാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഈ നിൽക്കുന്ന അസ്വസ്ഥതകൾ, ഇതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ, പരിഭ്രാന്തികൾ, അതൊക്കെ ഒന്ന് മാറ്റിക്കുറിക്കാനുള്ള ഒരു തുടക്കം പ്രധാനമന്ത്രി ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നത് അവർ വളരെ പോസിറ്റീവായി കണ്ട പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ അതിനുള്ള തുടക്കം, അതിനൊപ്പമാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് 2024 മധ്യത്തിലോ 2025 തുടക്കത്തിലോ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിലെത്തും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. 2024 മധ്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിയും, പക്ഷെ അപ്പോഴും പ്രഖ്യാപനം അതിനു മുൻപ് പ്രധാനമന്ത്രി നടത്തുകയാണ്. അല്ല, പക്ഷെ അങ്ങനെ മാർപ്പാപ്പ വരുന്നു എന്നത് തന്നെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് തനിക്ക് ഒരു അടുപ്പമുണ്ട് എന്ന് കാണിക്കാൻ പ്രധാനമന്ത്രിക്ക് ഒരു അവസരം നൽകുകയാണ്. കാരണം മാർപ്പാപ്പയെ താൻ ക്ഷണിക്കുന്നു, അതുപോലെ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടന്നു. അപ്പോൾ ഇതിൻ്റെ തുടർ ചർച്ചകൾ ഇനി ഉണ്ടാകുമല്ലോ, പെട്ടെന്നൊരു ദിവസമല്ലല്ലോ മാർപ്പാപ്പ വരുന്നത്. അപ്പോൾ അതിൻ്റെ പദ്ധതികൾ ഉണ്ടാകും. അപ്പോൾ നിരന്തരമായ ഒരു ബന്ധം ഇപ്പം തന്നെ തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പിന്നെ ഭരണസിരാ കേന്ദ്രങ്ങളിലുള്ളവരും അതുപോലെ ഈ ക്രൈസ്തവ സഭാ നേതാക്കളുമൊക്കെ ആയിട്ടുള്ളൊരു ഒരു ഇൻട്രാക്ഷൻ നിരന്തരമായി ആവശ്യമായി വരും. അപ്പോൾ അത് ഇനി പോപ്പിൻ്റെ കൂടി ഒരു താല്പര്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ സമയം എന്നൊക്കെ നോക്കിയായിരിക്കും വരുന്നത്. ഏതായാലും അധികം വൈകാതെ പോപ്പ് എത്തും എന്ന ഒരു
ഒരു മെസ്സേജ് ഇപ്പോൾ രാജ്യത്തെ മുഴുവൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്കിടയിലേക്കും കൊടുക്കാൻ ഈ ക്രിസ്മസിന് BJPക്ക് കഴിഞ്ഞു എന്നത് വളരെ പ്രധാനമാണ്. കാരണം മാർപ്പാപ്പ ഇന്ത്യയിൽ വരിക എന്ന് പറയുന്നത് ആ സമൂഹത്തിന് നൽകുന്ന ഒരു ആത്മവിശ്വാസം, ഒരു പോസിറ്റീവ്നെസ് ചെറുതല്ല മനു. അത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നേതാക്കളൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല BJP എന്ന് പറയുമ്പോഴും അവർക്ക് മുന്നിൽ പ്രധാനപ്പെട്ട അജണ്ടകൾ കേരളത്തിലടക്കമുണ്ട്. അത് പല ലോക്സഭാ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചുണ്ട്. മാർപ്പാപ്പ ഇന്ത്യയിലെത്തുന്നു പറയുമ്പോൾ ആ സമൂഹത്തിന് നൽകുന്ന ആത്മവിശ്വാസത്തെ അല്ലെങ്കിൽ തങ്ങളോട് ചേർത്ത് നിർത്താൻ അവർ ആഗ്രഹിക്കുന്ന ആ സമൂഹത്തിന് വിശ്വാസം, BJPയിൽ വിശ്വാസം വർദ്ധിപ്പിക്കും എന്നുള്ള പ്രതീക്ഷകൾക്ക് അത് ഒരുപാട് ഉയരങ്ങൾ നൽകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ പിന്നെ ഈ വർഷവും ഒക്കെ ഏറ്റവും അധികം ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ ആക്രമണം ഉണ്ടായി എന്നൊക്കെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ മണിപ്പൂരിലുണ്ടായി. അതുപോലെ ഈ വർഷം ഇപ്പോൾ ഇവിടെയാണെങ്കിലും മൊത്തം ഇന്ത്യയിൽ ഏതാണ്ട് 600ഓളം ഇൻസിഡൻസ് ഉണ്ട് എന്നാണ് അവർ പിന്നെ പല ഘട്ടങ്ങളിലായി ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു വലിയ സംഭവമാണ് ഈ ഗ്രഹാം സ്റ്റുവാർട്ട് സ്റ്റെയിൻസിൻ്റെ ഒരു മരണം. അദ്ദേഹത്തെ ചുട്ടുകൊല്ലുകയാണല്ലോ. അപ്പോൾ അന്നത്തെ ധാരാളം BJP സംഘടനയിൽ നിന്ന് അകന്നതെന്ന് തോന്നുന്നു. അതെ, അത് വലിയ ഒരു ഭീതി അന്താരാഷ്ട്ര സമൂഹങ്ങൾക്കിടയിൽ പടർത്തുകയൊക്കെ ഉണ്ടായി. ഏതായാലും അതിൻ്റെ ഘാതകനായ ദാരാ സിംഗ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ അദ്ദേഹത്തിനെ ശിക്ഷിച്ചപ്പോൾ പോലും ഈ സ്റ്റെയിൻസിൻ്റെ ഭാര്യ അദ്ദേഹത്തിന് താൻ എന്നെ മാപ്പ് കൊടുത്തു എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു വലിയ സന്ദേശം അപ്പുറത്തുനിന്ന് വരുമ്പോൾ ഇങ്ങനെ ആളുകളെ ആക്രമിക്കുക അല്ലെങ്കിൽ അവരെ മതപരിവർത്തനത്തിൻ്റെ വക്താക്കളായി ചിത്രീകരിക്കുക. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ രോഗബാധിതരെ ചികിത്സിക്കാനും അത്തരം സേവന പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് ഇന്ത്യയിൽ വരികയൊക്കെ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിൽ അത് മതപരിവർത്തനത്തിന് വേണ്ടിയാണ് എന്ന് ചൊല്ലിയുള്ള തർക്കം, പിന്നെ അതുപോലെ പലയിടങ്ങളിലും ഇത് മതപരിവർത്തനത്തിൻ്റെ ഒരു മുഖമാണ്. ഇപ്പോൾ ഈ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ ആശുപത്രികൾ, ഇതിനൊക്കെ നേരെ നടക്കുന്ന ഒരു അക്രമം രാജ്യത്തുണ്ട്. അത് പലപ്പോഴും ഈ വളരെ വർഗീയമായി ചിന്തിക്കുന്ന ആളുകളുടെ പ്രശ്നത്തിൽ നിന്ന് അതിൽ പലപ്പോഴും ചില ആളുകളൊക്കെ ബജറംഗ് ദളാണെന്നും അതുപോലെ പലതരം സേനയാണെന്നും ഒക്കെ പറഞ്ഞാണ് ഇവരെ മർദ്ദിക്കുന്നത്. ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഒടുവിൽ ചെന്നെത്തുന്നത് BJPയുടെ തലയിലേക്ക്.